കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണെന്ന് വെച്ചാൽ കൊട്ടിയൂരേക്ക് പോകുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കൊയിലാണ്ടിയിൽ നിന്ന് അമ്മായും സിന്ധിയേച്ചിയും ബ്രസീച്ചും ഉണ്ട്. നമ്മൾ ഉണ്ണിയേട്ടൻ്റെ വാൻ എടുത്തിട്ടാട്ടോ പോന്നെ. ഇതാണിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ടൊരു വാഹനം. എന്തൊക്കെ ആയാലും ഇങ്ങനെ ഇതിൽ പോവാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാട്ടോ പോയത്. കാരണം ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ കൊട്ടൂർ പോകാൻ. അവസാനം എല്ലാം കൂടെ ഈ മാസം ലാസ്റ്റ് 30-ാം തീയതി ഉച്ചവരെ എങ്ങാനേ പോകാൻ പറ്റുള്ളൂ കേട്ടോ പെണ്ണുങ്ങൾക്ക്. അപ്പം ഇങ്ങനെ ഇന്നെങ്കിലും പോയില്ലേ പിന്നെ എനിക്ക് ഒരു കാര്യമില്ല, പോകാൻ പറ്റൂല എന്നറിയാം. അതെനിക്ക് ഭയങ്കര വിഷമാവും കേട്ടോ. എങ്ങനെയും പറ്റിയെങ്കിൽ എല്ലാ കൊല്ലവും ഞാൻ പോവലുണ്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു, അതേപോലെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ സമയം തന്നെ ബ്ലോക്ക് കുടുങ്ങി 12 മണീൻ്റെ അടുത്തായിട്ടോ. ഈ മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ചിട്ട് മക്കൾ നിന്ന് തണുപ്പിൽ നിന്ന് വല്ല അസുഖവും പിടിച്ച് ഓടിക്കളൂ കേട്ടോ. പണ്ട് ഞാൻ കുഞ്ഞൂനെയും സിദ്ധുവിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ, ദേവുവിനെയും കൊണ്ട്. പകുതി വരിക്ക് നിന്നിട്ട് അവസാനം പുറത്ത് തൊഴുത് മടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മക്കൾ നിൽക്കൂല, അത്രയും തണുപ്പിലും ഇതിലും അത്രയും നേരം അവർക്ക് നിൽക്കാൻ പറ്റൂല. നമുക്ക് ദൈവത്തിനെ കാണണം എന്നുള്ളൊരു ഭയങ്കരമായൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് സഹിച്ച് നിൽക്കും. കുഞ്ഞുങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാലോ. എൻ്റെ കുഞ്ഞുവിനൊക്കെ കുറച്ച് വരിക്ക് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി അമ്മേ, എനിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്ത് തൊഴുതിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ ഒരിക്കൽ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. എനിക്ക് അല്ലെങ്കിൽ സജീഷ് ചേട്ടന് നല്ല ഉണ്ടാവണമെന്ന് കൂടുതലും നമ്മൾ മക്കൾക്ക് നല്ല ഉണ്ടാവണേ ദൈവമേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണല്ലോ പോകുന്നത്. എന്തൊക്കെ ആയാലും അവിടെ എത്തി തൊഴുത് ഞങ്ങൾ വെള്ളത്തിൽ ആരെയും ഇപ്പം കുളിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാ പോലെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒഴുക്കപ്പെട്ടിട്ട് ആരോ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നല്ല ഒഴുക്കുമുണ്ട്, നല്ല വരിയുണ്ട്. ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂറിൻ്റെ അടുത്തോളം വരിക്ക് നിന്നിട്ടുണ്ട്. അധികം ആളും തലകറങ്ങി വിൽക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ വെള്ളത്തിലൊന്ന് മുങ്ങി. അങ്ങനെ ഒരു ആഗ്രഹിച്ച് പോയതാണ് വെള്ളത്തിൽ മുങ്ങാൻ. ഒരു കയറ് കിട്ടിയിട്ട് ഒരു കുറച്ച് സ്ഥലത്തുനിന്ന് മുങ്ങാൻ സമ്മതിച്ച് ആ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്ത്. ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് തൊഴാനെത്താനാകുമ്പോൾ നല്ല മഴയും പെയ്തിട്ടോ. അതന്നെ ഒരു പുണ്യം എന്ന് പറയാം. അപ്പോൾ നന്നായിട്ട് തൊഴുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരുത്തണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് ഇനിയും ഒരുപാട് നമുക്ക് അടുത്ത കൊട്ടിയൂർ ഉത്സവത്തിനും പോകാനാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റേ അമ്പലത്തിലോട്ട് പോകണേലോ. അപ്പോൾ ആടേക്ക് വേണ്ടി പോയി. വണ്ടിയൊക്കെ അങ്ങ് ഒരുപാട് ദൂരെ ആട്ടോ നിർത്തിയത്. കാരണം അത്രയും ബ്ലോക്കാണ്, അത്രയും തിരക്കെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ ആ തൊഴുതങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്ര നേരം നമ്മൾ കഷ്ടപ്പാടുകളൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും നേരം നിന്നല്ലോ, അയ്യോ എനിക്കാവുന്നില്ല എന്നുള്ളത് ആ ക്ഷീണമോ പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. ആ ഒരു പനിയോ ജലദോഷമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഈ വോയിസ് ഇടുമ്പോഴും ഞാനിപ്പോൾ കൊട്ടിയൂർ പോയതിന് ശേഷമാണ് ഈ വോയിസ് ഇടുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ ഇത്രയും നേരം നിന്ന് രാത്രി 8 മണി 9 മണീൻ്റെ അടുത്തായിട്ടുണ്ട് തിരിച്ചെത്തുമ്പോൾ. അത്ര നേരം വിശന്നിരുന്നിട്ടുണ്ട്. രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ കുടിച്ച ചായയാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് രാത്രി 7 മണിക്കാണ്. ഒരു ക്ഷീണവും ഇല്ല, ഒരു കുഴപ്പങ്ങളുമില്ല. ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒഴുക്കാട്ടോ പുഴയിൽ. പേടിയാവും നമുക്ക് കണ്ടാൽ. ഇത്രയും ഞാൻ ഒരിക്കലും ഒരു ജൂൺ മാസത്ത് പോയിട്ടില്ല. എല്ലാപ്പോഴും തുടക്കത്ത് പോകുന്ന കേട്ടോ. ഇത് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോയി. എന്നാലും ദൈവം എനിക്ക് അവിടെ നിന്ന് എത്തി തൊഴാനാവണേന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴാനായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊയിലാണ്ടിയിൽ നിന്ന് ഓരോ അങ്ങനെ തന്നെ കാത്തിരുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്ന പോലെ അല്ലല്ലോ. ഇവിടെ നമുക്ക് ഇനി പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചാലും നടക്കൂലല്ലോ, അടുത്ത കൊല്ലാവണേലോ. അപ്പോൾ അത്രയും നമ്മൾ കാത്തിരിക്കണ്ടേ. എന്തായാലും എന്താ പറയുക, മനസ്സറിഞ്ഞ് തൊഴുത്. പിന്നെ അപ്പം, നെയ്യ്, പായസം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മക്കൾക്ക് കുറേ സാധനങ്ങൾ, തിന്നുന്ന സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിയിട്ടോ. കാരണം അത് വെയിറ്റ് ചെയ്താണല്ലോ നമ്മളെ മക്കളിവിടെ കാത്തിരിക്കുക. പിന്നെ അതൊക്കെ ഒരു കവർ നിറച്ചും വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഓടപ്പൂവും വാങ്ങി. ഈ സമയമാകുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 6 മണീൻ്റെ അടുത്തായിട്ടോ. രാവിലെ നിന്ന് ഞങ്ങൾ വരിക്ക് നിന്ന് തൊഴുതിറങ്ങുമ്പം തന്നെ 4:45-5 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. അത്രയും നേരം നിന്ന് തൊഴുത് ഇറങ്ങി ഇതെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറ്റുമ്പോഴത്തേക്ക് വയ്യ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നിന്ന് അത്രയും നിന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ഷീണവും ഇല്ല, ഒരു ഇതുമില്ല. അപ്പോൾ ഇന്നത്തെ കൊട്ടിയൊരു വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.